രോഗങ്ങൾ നമ്മളെ വല്ലാതെ അലട്ടുന്ന നേരത്ത്, രോഗങ്ങൾ നമ്മളെ വല്ലാതെ തളർത്തുകയും, ഉലക്കുകയും, ഉരുക്കുകയും ചെയ്യുന്ന നേരത്ത് ഓർക്കുക. ആ സമയങ്ങൾ ഒരുപക്ഷെ ഒരുക്കത്തിനുള്ള സമയം കൂടിയാണ്. ഒരുക്കം എന്ന് പറയുമ്പോൾ സമൃദ്ധമായ ജീവിതത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാനുള്ള ഒരു സമയം. വല്ലാതെ ദേഷ്യപ്പെട്ടു, വെറുപ്പ് ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വിധത്തിൽ നിഷേധാത്മകത നിറച്ച് കൂടുതൽ കൂടുതൽ നമ്മളെ രോഗികളാക്കുന്നതിന് പകരം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, രോഗം എല്ലാവർക്കും വരുന്ന കാര്യമാണ്. ആ രോഗത്തിന്റെ നേരത്ത് പോലും ശരീരത്തെയും മനസ്സിനെയും കൂടുതൽ നന്മയിലേക്ക് ഒരുക്കാൻ പറ്റും എന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് ഈ രോഗശാന്തിക്ക് വേണ്ടിയുള്ള വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ ഏത് രോഗാവസ്ഥയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നതെങ്കിലും നിങ്ങളെ തന്നെ ഒന്ന് ശാന്തമാക്കുക. പതുക്കെ കണ്ണുകളടച്ച് ഉൾവെട്ടത്തിൽ നിങ്ങളെ തന്നെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. മനസ്സിനെ പറ്റാവുന്ന വിധത്തിൽ ശാന്തമാക്കുക. അതിന് സഹായിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും പശ്ചാത്തല ഗീതം ഒരുക്കിയിടാം. നിങ്ങളുടെ ബ്രീതിങ് ഒന്ന് ശാന്തമാക്കാം. സ്ലോ ഡൗൺ യുവർ ബ്രീതിങ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ശിരസ്സു മുതൽ കാൽപാദം വരെ രോഗാതുരമായ എല്ലാ ഭാഗങ്ങളിലേക്കും കർത്താവിൻ്റെ കൈപിടിച്ച് ഒരു യാത്ര നടത്താം. ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണെന്ന് സുഭാഷിതം 16:24 പറയുന്നു. അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. ദൈവത്തിൻ്റെ വാക്ക് ഹൃദയത്തിൽ തേനറ പോലെ, തേൻ പോലെ നമ്മെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തോട് നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 41:10 ദൈവമേ, എന്നോട് കൃപ തോന്നണമേ, എന്നെ എഴുന്നേൽപ്പിക്കണമേ. സങ്കീർത്തനം 6:2 കർത്താവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ. വീണ്ടും നമ്മളെല്ലാവരും രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ മനസ്സൊക്കെ തളർന്നു പോകും. സങ്കീർത്തനം 41:3 രോഗശയ്യയിൽ അങ്ങനെക്ക് ആശ്വാസം തരണമേ, രോഗശാന്തി അങ്ങനെക്ക് തരണമേ. നമ്മൾ പലതരത്തിലുള്ള രോഗങ്ങളാൽ വ്യാകുലരും ആകുലരുമാകുമ്പോൾ സങ്കീർത്തനം നമുക്ക് ആശ്വാസമായി മാറുന്നു. രാത്രിയിലെ സങ്കടം പ്രഭാതത്തിലെ ആനന്ദമായി പകർത്തപ്പെടുന്നു. അത് സത്യമാണ്. നമ്മളുടെ മുറിവുകൾ കർത്താവിന് സമർപ്പിക്കാം. സങ്കീർത്തനം 147:3 കർത്താവ് മുറിവുകൾ വെച്ച് കെട്ടുന്നു. ഐസയ്യ 53:5 അവൻ്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യമാക്കപ്പെടുന്നു. കർത്താവെ, എൻ്റെ എല്ലാ മുറിവുകളും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളും ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സകല ദുഃഖവിചാരങ്ങളും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ സങ്കടങ്ങൾ അങ്ങ് കാണുന്നുവെന്ന് ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ അസ്വാസ്ഥ്യങ്ങളുണ്ട്. 23 സങ്കീർത്തനം 3 വാക്യം അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. എനിക്ക് പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. സങ്കീർത്തനം 23:4 പറയുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാൽ പോലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. അവിടുത്തെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ധൈര്യമേകുന്നു. ആ ധൈര്യമാണ് കർത്താവെ എനിക്ക് വേണ്ടത്. ചില നേരങ്ങളിൽ അസ്ഥികളുടെ താഴ്വാരയിൽ കിടക്കുന്ന ശൂന്യമായ ചിതറിക്കിടക്കപ്പെട്ട അസ്ഥികൾ പോലെയാണ് ഞാൻ. എസക്കിയ 37:1-14 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ചോദിക്കുന്നു, ഈ അസ്ഥികൾക്ക് ഇനി ജീവനുണ്ടാകുമോ? ജീവനുണ്ടാകുമെന്ന അങ്ങയുടെ ഉറപ്പ്, അങ്ങയുടെ നിശ്വാസം ഈ അസ്ഥികളിലേക്ക് വിടുന്നു. അതോടുകൂടി വലിയൊരു വ്യൂഹം പോലെ അസ്ഥികൾ എഴുന്നേറ്റ് നിൽക്കുന്നു. എൻ്റെ കർത്താവെ, അങ്ങയുടെ നിശ്വാസം അയച്ചു കഴിഞ്ഞാൽ
ദുർബലമായ എൻ്റെ അസ്ഥികളിൽ കരുത്ത് വരും. എൻ്റെ അസ്ഥികളിൽ അങ്ങയുടെ ചൈതന്യം നിറയുമ്പോൾ ഞാനൊരു സൈന്യ വ്യൂഹം പോലെയായി മാറും. ഞാൻ നടന്നാലും തളരില്ല, ഓടിയാലും വീഴില്ല. എൻ്റെ എല്ലാ തരത്തിലുള്ള ആത്മധൈര്യമില്ലായ്മയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. 27-ാം സങ്കീർത്തനം, ആയിരങ്ങൾ എനിക്കെതിരെ കൂടാരമടിച്ചാലും ഞാൻ ആത്മധൈര്യം കൈവിടുകയില്ല. കാരണം കർത്താവാണ് എൻ്റെ രക്ഷയും, കർത്താവാണ് എൻ്റെ പ്രകാശവും, അവിടുന്നാണ് എൻ്റെ രക്ഷാദുർഗവും. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഐസയ്യ 40:29. തളർന്നവർക്ക് കർത്താവ് കരുത്ത് പകരുന്നു. അവർ പരുന്തിനെ പോലെ പറന്നുയരുന്നു, കരുത്ത് ആർജിച്ചെടുക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരുന്നു, 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലൂടെ, നിങ്ങളുടെ സഹനങ്ങളിൽ നിങ്ങൾ ദൈവത്തിന് മഹത്വം ഏകുവിൻ. 2 കൊറിന്ത്യൻസ് 1:3-4. നിന്റെ ആകുലതകളിൽ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുന്നു. ഫിലിപ്പിയൻസ് 4:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സമാധാനം വന്നു നിറയും. കർത്താവെ, അങ്ങയുടെ സമാധാനം എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും കവചം പോലെ വന്നു നിൽക്കട്ടെ. എന്നും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല ആരോഗ്യം നേടി മുന്നോട്ട് നീങ്ങുവാൻ ദൈവമേ, എന്നെ അങ്ങ് ശക്തനാക്കണമേ. എനിക്ക് ചില സമയത്ത് വല്ലാതെ ഭയം വരും. പത്രോസ്ലീഹ എന്നെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു, നിന്റെ ഭാരങ്ങളെല്ലാം കരുതലുള്ള കർത്താവിൻ്റെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കുവിൻ. കർത്താവ് തീർച്ചയായിട്ടും കരുതലുള്ളയാളാണ്. സകല ഭാരങ്ങളും, ചിന്തയുടെ ഭാരങ്ങൾ, നിഷേധാത്മകതയുടെ ഭാവങ്ങൾ, എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ കൊണ്ടു നടക്കുന്ന സകല ജീർണതകളുടെയും ഭാരങ്ങൾ എല്ലാം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവെ, അങ്ങയുടെ സ്നേഹം മാത്രം എൻ്റെ ഉള്ളിൽ നിറയുവാൻ അങ്ങയുടെ വരുത്തണമേ. പലതരത്തിലുള്ള അന്ധത എനിക്കുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കർത്താവ് അന്ധന് കാഴ്ച നൽകുന്നുണ്ട്. എൻ്റെ കർത്താവെ, എൻ്റെ അന്ധത അങ്ങ് മാറ്റിത്തരണമേ. മാർക്ക് 8:22-26 കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പോൾ ഒരാൾ പതുക്കെ പതുക്കെ കാഴ്ചയിലേക്ക് വരുന്നു. ആളുകളെ മരങ്ങൾ പോലെ കാണുന്നു, പിന്നെ വ്യക്തതയോടെ കണ്ടുവരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മീയമായ അന്ധതയും ശാരീരികമായ അന്ധതയും അങ്ങ് മാറ്റിത്തരണമേ. എൻ്റെ കണ്ണങ്ങ് തുറപ്പിക്കണമേ. എനിക്ക് നല്ലത് കാണാനുള്ള കാഴ്ചയില്ല. എനിക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകത്തിൻ്റെ കാഴ്ചയില്ല. എനിക്ക് എൻ്റെ തന്നെ പോരായ്മകൾ കണ്ടെത്താനുള്ള കാഴ്ചയില്ല. കർത്താവ്, എനിക്ക് കാഴ്ച തരണമേ. എൻ്റെ ശരീരത്തിന് പലതരത്തിലുള്ള കുഷ്ഠരോഗ അനുഭവങ്ങളുണ്ട്. മത്തായി 8:1-4 കുഷ്ഠരോഗി കർത്താവിനോട് ചോദിക്കുന്നു, നീ മനസ്സാകുന്നുവെങ്കിൽ എന്നെ സുഖപ്പെടുത്തുക. കർത്താവ് പറഞ്ഞു, ഞാൻ മനസ്സാകുന്നു. എൻ്റെ കർത്താവെ, എൻ്റെ ഉള്ളിൽ ധാരാളം ജീർണതകളുണ്ട്, വൈരൂപ്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ തീർത്തും കൊച്ചാക്കപ്പെടുവാൻ ഇടവരുത്തുന്ന വിധത്തിലുള്ള എൻ്റെ ശരിയില്ലാ ശീലങ്ങളുണ്ട്. അവയെല്ലാം അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ അങ്ങ് മാറ്റുവാൻ എന്നെ സഹായിക്കാൻ അങ്ങേക്ക് സാധിക്കും. അങ്ങനെ എൻ്റെ എല്ലാ അവസ്ഥകളിൽ നിന്നും മോചിപ്പിക്കണമേ. ചില പിശാച് ബാധ എൻ്റെ ഉള്ളിലുണ്ട്. എന്നെ വല്ലാതെ ചെറുതാക്കി കളയുന്ന പിശാചുക്കൾ, ആളുകളുടെ മുമ്പിൽ തള്ളിയിടുന്ന, നാണം കെടുത്തുന്ന പിശാച്, എന്നെ ബധിരനാക്കുന്ന, ഊമനാക്കുന്ന പിശാച്, എന്നെ ചങ്ങലയ്ക്കിടുന്ന പിശാച്, എന്നെ വിവസ്ത്രനാക്കുന്ന വിധത്തിൽ വല്ലാതെ നാണം കെടുത്തി കളയുന്ന പിശാച്, അങ്ങനെയെല്ലാം അങ്ങ് ദൂരെ അകറ്റണമേ. മാർക്ക് 5:1-20 പിശാച് ബാധിതനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. എൻ്റെ കർത്താവ്, എൻ്റെ പൈശാചിക ബാധകളിൽ നിന്ന് എന്നെ ഒഴിപ്പിക്കണമേ. എനിക്ക് കേൾക്കേണ്ടത് കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ബാധിര്യമുണ്ട്. മാർക്ക് 7:31-37 എഫ്ഫാത്ത എന്ന് പറഞ്ഞ് അങ്ങ് ചെകിടൻ്റെ
ചെവി തുറക്കുന്നു. കർത്താവെ, അങ്ങ് എൻ്റെ ചെവി തുറക്കണം. എഫാത്ത എന്ന് വീണ്ടും എന്നോട് അങ്ങ് പറയണം. അങ്ങയുടെ വചനം കേൾക്കാൻ അങ്ങൻ്റെ ചെവി തുറക്കണം. മറ്റുള്ളവരുടെ വിലപനം കേൾക്കാൻ അങ്ങൻ്റെ ചെവി തുറക്കണം. നിരന്തരമായി അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയിക്കുന്ന ഓരോ സ്വരവും വ്യക്തമായിട്ട് കേൾക്കാൻ അങ്ങൻ്റെ കാതുകൾ തുറന്നു തരണം. മാർക്ക് 2:1-12 തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നു. എൻ്റെ കർത്താവെ, ഞാൻ പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളാൽ, മാനസിക പ്രശ്നങ്ങളാൽ, എൻ്റെ ചിന്തകളാൽ, എൻ്റെ ധാരണകളാൽ, എൻ്റെ വല്ലാതെ തളർത്തിക്കളയുന്ന ചില അബദ്ധധാരണകളാൽ തളർവാദ രോഗിയെപ്പോലെ കിടക്കുകയാണ്. കർത്താവെ, അങ്ങയ്ക്ക് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. അങ്ങ് എന്നെ തൊട്ട് എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ അസ്ഥികളിലേക്ക് അങ്ങയുടെ നിശ്വാസം അയക്കണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ നവജീവൻ അയക്കണമേ. നിർമ്മലമായ വഴികളിലൂടെ അങ്ങെന്നെ ആനയിക്കണമേ. എന്നെ നടക്കാൻ പഠിപ്പിച്ച അങ്ങ് തന്നെ എന്നെ കൈപിടിച്ച് നടത്തണമേ. ചില നേരങ്ങളിൽ എൻ്റെ കർത്താവെ, മരിച്ചതിന് തുല്യമാണ് എൻ്റെ ജീവിതം. പലതരത്തിലുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ എല്ലാം നിമിത്തം മരിച്ചവനെ പോലെ ഞാൻ ഡെഡ് മാൻ വാക്കിംഗ് എന്ന് പറയുന്ന അവസ്ഥ. മാർക്ക് 5:21-43 മരിച്ചൊരു കുഞ്ഞിനെ തലീത്ത കുമി എന്ന് വിളിച്ച് അങ്ങ് ജീവനിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവിൻ്റെ അടുത്ത് വരണമേ. എന്നിൽ മൃതമായ ഭാവങ്ങളെ അങ്ങ് ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ. കൂരിരുട്ടിൻ്റെ ദേശത്തു നിന്നും എന്നെ പ്രകാശത്തിലേക്ക് അങ്ങ് നയിക്കണമേ. എൻ്റെ കർത്താവെ, ഞാൻ വീണ്ടും ജീവിക്കുവാൻ അങ്ങനെ ഇടവരുത്തണമേ. ഇങ്ങനെ കർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കുക. കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ വലതുഭാഗത്തുള്ളതിനാൽ ഞാൻ തെല്ലും കുലുങ്ങുകയില്ല. നമുക്ക് കർത്താവ് പറയുന്ന വഴികളിലൂടെ ഇനി നടക്കാം. വീട് പോയിട്ടുണ്ട് ഞാൻ പലതരത്തിൽ. പക്ഷെ പാപിനിയായ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, എഴുന്നേൽക്കുക, വീട്ടിലേക്ക് പോവുക, ഇനി പാപം ചെയ്യരുത്. അതൊരു മന്ത്രം പോലെ എൻ്റെ ഉള്ളിൽ മുഴങ്ങണം. എഴുന്നേൽക്കുക, വീട്ടിലേക്ക് പോവുക, ഇനി പാപം ചെയ്യരുത്. കർത്താവെ, അങ്ങയുടെ സമാധാന ദൂതനായി എന്നെ അയക്കണമേ. അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ, അങ്ങയുടെ കൂടാരങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ, അങ്ങയുടെ വിശുദ്ധഗിരിയിലേക്ക് ചുവടുവെക്കുവാൻ ഓരോ നിമിഷവും അങ്ങനെ സഹായിക്കണമേ. ഞാൻ എൻ്റെ ഉള്ളിൽ എപ്പോഴും പറയട്ടെ, എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്കെല്ലാം എല്ലാം എല്ലാം സാധിക്കും. ഞാൻ എന്നോട് തന്നെ പറയുന്നു, നല്ല യാത്ര നേരുന്നു. ഞാൻ എല്ലാവരോടുമായി പറയുന്നു, നല്ല യാത്ര നേരുന്നു.